നമസ്കാരം. ഒന്നും രണ്ടുമല്ല, നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മോദി സർക്കാരിന്റെ കീഴിൽ നടന്നിട്ടുള്ളത്. ഇന്ത്യയെ ആഗോളതലത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനായി മോദി സർക്കാർ നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയെ വികസന കുതിപ്പിലേക്ക് നയിച്ച മോദിയുടെ ഭരണത്തിന്റെ കഴിവ് പറയാതിരിക്കാനാകില്ല. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്ത രാജ്യത്തെ ജനങ്ങളെ ബാങ്കിംഗ് മേഖലയുടെ ഭാഗമാക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ജൻ യോജന പദ്ധതി ആവിഷ്കരിച്ചത്. ഇങ്ങനെ നിരവധി പദ്ധതികളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഇപ്പോൾ ഇതാ മോദി സർക്കാർ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവസരങ്ങളുടെയും വളർച്ചയുടെയും മേഖലയാക്കി മാറ്റുന്നതിനെ കുറിച്ച് BJP ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുങ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ബഹുമുഖ വികസനത്തിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടാൻ മോദി സർക്കാരിന് കഴിഞ്ഞു. പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിലെ റോഡ്, റെയിൽ, അടിസ്ഥാന സൗകര്യം ശക്തിപ്പെടുത്തുന്നതിലൂടെ വികസനത്തിന്റെ ഒരു യുഗത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. കൂടാതെ പ്രദേശത്ത് ഒരു പുതിയ റെയിൽവേ ഡിവിഷൻ സ്ഥാപിക്കുന്നതിനും ബാരാമുള്ള വരെയുള്ള റെയിൽവേ ശൃംഖലയുടെ വിപുലീകരണം കൊണ്ട് കേന്ദ്ര പ്രദേശത്തെ യാത്ര, ചരക്ക് ഗതാഗതം, ബിസിനസ് അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ എന്നിവയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നും ചുങ് വ്യക്തമാക്കി. പുതിയ റെയിൽവേ ഡിവിഷന്റെ ഉദ്ഘാടനം പ്രാദേശിക യുവാക്കൾക്ക് ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും വാണിജ്യത്തിനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും ആവശ്യമായ ഉത്തേജനം നൽകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. റോഡ്, റെയിൽ ശൃംഖലകളുടെ വികസനം യാത്രാനുഭവം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ലക്ഷ്യസ്ഥാനങ്ങൾക്കിടയിലുള്ള ചരക്ക് ഗതാഗതം മെച്ചപ്പെടുത്തുകയും ചെലവ് കുറയ്ക്കുകയും ഗതാഗത സമയം കുറയ്ക്കുകയും ചെയ്യുമെന്നും ചുങ് പറയുന്നു. കൂടാതെ പഴങ്ങളും പച്ചക്കറികളും പോലുള്ള നശിക്കുന്ന വസ്തുക്കളുടെ കാര്യക്ഷമമായ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയുമെന്നും വിവിധ നഗരങ്ങളിൽ അവശ്യ വസ്തുക്കളുടെ വില സ്ഥിരപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 40,000 കോടി രൂപയുടെ നിക്ഷേപമുള്ള റെയിൽവേ ശൃംഖല ജമ്മുവിനെയും ശ്രീനഗറിനെയും ഇരട്ട സാമ്പത്തിക കേന്ദ്രങ്ങളായി വികസിപ്പിക്കുന്നതിനും ബിസിനസ്സുകൾക്കായി പുതിയ വഴികൾ തുറക്കുന്നതിനും നിലവിലുള്ള സംരംഭങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും ഉത്തേജനം നൽകും. കൂടാതെ വിവിധ ട്രെയിൻ സ്റ്റേഷനുകൾ, ഒന്നിലധികം ചെറുകിട ബിസിനസ് ഹബ്ബുകൾ ഉയർന്നുവരും. ഇത് പ്രദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.